എളുപ്പത്തിലൊരു പനീർ ഫ്രൈ ഉണ്ടാക്കാം നമുക്ക്. ഞാനിവിടെ ഇത് വാങ്ങിയ പനീറാണ്. നമുക്ക് പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ അല്പം കുരുമുളക് പൊടി നോക്കിയിട്ട് ചേർക്കണം, എരിവ് കൂടാൻ പാടില്ല. പിന്നെ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ. ഇനി അതില്ലെങ്കിൽ ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര്, പിന്നെ ടൊമാറ്റോ സോസ് എന്തായാലും ചേർക്കണം. അത് പ്രത്യേക ടേസ്റ്റ് കൊടുക്കും, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ വെള്ളം ചേർക്കേണ്ടി വന്നില്ല. എന്നിട്ട് നമ്മുടെ പനീറിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് പനീറിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ. ഇനി സമയമില്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും മസ്റ്റായിട്ടും വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്യണമെന്ന് മാത്രം. നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് വേഗം കുക്ക് ചെയ്തെടുക്കാം. ഇത് അധികം നേരം കുക്ക് ചെയ്യണ്ട, കാരണം നമ്മുടെ പനീറൊക്കെ ഹാർഡായി പോവും. അതിൻ്റെ അതേ സോഫ്റ്റ്നെസ്സോട് കൂടെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഏകദേശം 1.5 മിനിറ്റ് അത്രേ വേണ്ടൂ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ തിരിച്ചിട്ടിട്ട് വീണ്ടും 1.5 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ, നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്